ദില്ലി കലാപത്തിലെ വിശാല ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് ഉമർ ഖാലിദ് അടക്കമുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ സുപ്രീംകോടതിയിൽ പരിഗണിക്കുമ്പോൾ തന്നെ വെൽഫെയർ പാർട്ടിയിലും ജമാഅത്തെ ഇസ്ലാമിയിലും അടക്കം ആശയപരമായ ബന്ധം അത് സൂചിപ്പിക്കുന്നതായി ഉമർ ഖാലിദിന് ഇത്തരത്തിൽ ബന്ധം സൂചിപ്പിക്കുന്നതായുള്ള തെളിവുകൾ പുറത്തുവരികയാണ്. കേസിന്റെ നിയമ പശ്ചാത്തലവും രാഷ്ട്രീയ പ്രതികരണവും വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുന്ന വേളയിലാണ് ഈ വാർത്ത പുറത്തുവരുന്നത്. അതേസമയം ഇതിനു മുൻപും ഉമർ ഖാലിദിന്റെ കുടുംബത്തിന് വെൽഫെയർ പാർട്ടിയിലും ജമാഅത്തെ ഇസ്ലാമിയിലുമായി തന്നെ ആശയപരമായ ബന്ധമുണ്ട് എന്ന് രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം നേടിയിട്ടുള്ള വിഷയമാണ്. കേരളം ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങളിൽ വെൽഫെയർ പാർട്ടി, കോൺഗ്രസ് ബന്ധവും ജമാഅത്തെ ഇസ്ലാമി, അതേപോലെ തന്നെ നിരോധിത സംഘടനയായ PFI എന്നിവ തമ്മിലുള്ള ആശയപരമായ ചർച്ചകളും നിരന്തരം ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 1987 ഓഗസ്റ്റ് 11 ജനിച്ച ഉമർ ഖാലിദ് ആകട്ടെ ഡൽഹിയിലെ ജാമിയ നഗർ സ്വദേശി കൂടിയാണ്. അദ്ദേഹത്തിന്റെ പിതാവായ സയ്യിദ് ഖാസിം റസൂൽ ഇല്യാസ് ആകട്ടെ ജമാഅത്തെ ഇസ്ലാമിയുമായി ആശയബന്ധമുള്ള വെൽഫെയർ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് കൂടിയാണ്. അതേപോലെ തന്നെ JNUവിലെ ഡെമോക്രാറ്റ് സ്റ്റുഡൻസ് യൂണിയൻ നേതാവായ ഖാലിദ് ആകട്ടെ 2016 അഫ്സൽ ഗുരു അനുസ്മരണ ആ ഒരു പരിപാടി അതിൽ പങ്കെടുക്കുന്നതിനെ തുടർന്നുകൊണ്ടാണ് ദേശീയ തലത്തിൽ വലിയൊരു വിവാദമായി മാറുന്നത്. ആ പരിപാടിക്കിടയിൽ തന്നെ ഉന്നയിച്ച മുദ്രാവാക്യങ്ങൾ രാജ്യവിരുദ്ധമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഖാലിദിനെയും കനയ്യകുമാറിനെയും ഒക്കെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2020 ഫെബ്രുവരിയിൽ 24 മുതൽ 25 തീയതികളിൽ വടക്ക് കിഴക്കൻ ഡൽഹിയിൽ മത രാഷ്ട്രീയ സംഘർഷങ്ങൾ വലിയ രീതിയിലുള്ള കലഹമായി മാറി. 53 പേർ കൊല്ലപ്പെട്ട ഈ ഒരു കലാപത്തിൽ 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അന്നത്തെ ആ ദിവസത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി കലാപത്തിന് പ്രേരണ നൽകുന്നതിൽ ഉമർ ഖാലിദിന് പങ്കുണ്ട് എന്നതായിരുന്നു അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുകയും ആരോപണം നടത്തുകയും ചെയ്തത്. അതുപോലെ IB ഓഫീസർ അങ്കിത് ശർമ്മയുടെ കൊലപാതകം, ബീഹാർ സ്വദേശിയായ ദിൽബാർ നോഗിയുടെ ക്രൂരഹത്യ എന്നിവയിലുള്ള പങ്കിനെ കുറിച്ചും ഡൽഹി സ്പെഷ്യൽ സെൽ അന്വേഷണം നടത്തി വരുന്നുണ്ട്. കലാപക്കേസിന് ശേഷം ഏകദേശം 6 മാസം ഒളിവിലായിരുന്ന ഖാലിദ് ആകട്ടെ പിന്നീട് ഡൽഹി പോലീസിൽ കീഴടങ്ങുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിനെതിരെ UAPA പ്രകാരം ഗൗരവമേറിയ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് എന്നും വ്യക്തമാക്കിയതാണ്. കപിൽ സിബൽ, അഭിഷേക് മനു സിംഗ്വി എന്നിവർ ഉൾപ്പെടെ തന്നെ അഭിഭാഷക സംഘം അദ്ദേഹത്തിന് വേണ്ടി ജാമ്യ ഹർജി സമർപ്പിച്ചെങ്കിൽ പോലും ഇതുവരെയും ജാമ്യം അനുവദിച്ചിട്ടില്ല. ചില സഹപ്രവർത്തകർ അതുപോലെ തന്നെ ഇതിലുണ്ടായിരുന്ന ചില പ്രതികൾക്ക് ജാമ്യം ലഭിച്ചെങ്കിൽ പോലും ഖാലിദ് ഉൾപ്പെടെയുള്ള 108 പ്രതികൾ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് കഴിയുന്നതെന്ന് റിപ്പോർട്ടുകൾ ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഉമർ ഖാലിദ് ഇപ്പോഴും തീഹാർ ജയിലിൽ തന്നെയാണ് കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി സുപ്രീം കോടതിയിൽ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ പരിഗണിച്ചിരുന്നു. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 2100-ലധികം പേർ അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ പോലും ഒരാളെ മാത്രമാണ് കുറ്റക്കാരനാണ് എന്നത് കോടതി കണ്ടെത്തിയിരിക്കുന്നത് എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. ഡൽഹി കലാപം രാജ്യത്തെ മത തീവ്രവാദം, അതുപോലെ രാഷ്ട്രീയ ധ്രുവീകരണം, വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ദേശീയ വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു നിർണായക സംഭവമായി തന്നെ തുടരുകയായിരുന്നു. ഉമർ ഖാലിദ് കേസ് അടുത്ത മാസങ്ങളിൽ തന്നെ രാഷ്ട്രീയ നിയമപരമായ ചർച്ചകളിൽ പ്രധാന വിഷയമായി തന്നെ പ്രധാന വിഷയമായിരിക്കുമെന്നതാണ് മറ്റൊരു വിലയിരുത്തലായി തന്നെ പുറത്തുവരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.